ഹേ ഗായ്സ്, ഞാനിന്ന് ഇവിടെ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത് ഖബറിനുള്ളിൽ ചലഞ്ച് വെച്ച ഒരു യൂട്യൂബറുടെ കഥയാണ് ഗൈസ്. കഥയല്ല, റിയലായിട്ട് നടന്നൊരു സംഭവമാണ്. എന്താ വെച്ചാൽ ഇദ്ദേഹം ഒരുപാട് ചലഞ്ചും അതുപോലെ അഡ്വഞ്ചറസൊക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹം അങ്ങനെ ഖബറിലൊരു ചലഞ്ച് വെക്കാൻ തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ച ശേഷം ഖബർ കുഴിക്കാൻ ആളെ ഏർപ്പാടാക്കുന്നു. ഖബർ ഒരു മനുഷ്യൻ നിൽക്കാൻ തരത്തിലുള്ള 6 അടി മണ്ണ് എന്നൊക്കെ പറയില്ല, അതുപോലെ ഒരു മനുഷ്യന് നിൽക്കാൻ പറ്റുന്ന പാകത്തിലുള്ള ഖബർ അയാൾ കുഴിക്കുന്നു. ആ ഖബറിൽ എല്ലാവിധ സംവിധാനങ്ങളും നിർമ്മിക്കുന്നു. എന്താ വെച്ചാൽ അതിൽ ബൾബുകൾ സ്ഥാപിച്ചു, അതിന് എയർ കണ്ടീഷനർ, അതുപോലെ ഫാന്, അങ്ങനെ ചാർജ് ചെയ്യുന്ന ചാർജർ ഒക്കെ, അങ്ങനെ എല്ലാവിധ സംവിധാനങ്ങളോട് കൂടിയിട്ടുള്ള ഒരു ഖബർ. അങ്ങനെ ഖബറിലേക്ക് വായു കടക്കാൻ വിധത്തിലുള്ള കുഴലുകൾ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങനെ വായു കടക്കാൻ മാത്രമുള്ള കുഴൽ അല്ല, അത് അവർക്ക് ഫുഡ്, വെള്ളം അങ്ങനെ എത്തിക്കാൻ തരത്തിലുള്ളതായ ഒരു കുഴൽ. അങ്ങനെ അവർ ഖബറിൽ എടുക്കാൻ തീരുമാനിച്ചു. കൂടെ അദ്ദേഹം മാത്രമല്ല, അദ്ദേഹത്തിന് ഒരു കൂട്ടുകാരനെയും കൂടി കൂട്ടി. അങ്ങനെ ഖബറിൽ അവർ കിടക്കുകയാണ്. ഖബറിൽ കിടന്നതിന് ശേഷം മണ്ണിട്ട് മൂടാൻ തുടങ്ങി. എല്ലാവരോടും ബായ് ബായ് ഒക്കെ പറഞ്ഞു മണ്ണിട്ട് മൂടാൻ തുടങ്ങി. എല്ലാവരും പിരിഞ്ഞു പോയതിന് ശേഷം വലിയ രീതിയിൽ കാറ്റ് പുറത്ത് വീശുകയാണ്. നന്നായി കാറ്റ് വീശുന്നുണ്ട്, അതിനോടൊപ്പം മണ്ണൊക്കെ വല്ലാണ്ട് പാറുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നല്ല ശക്തമായ മഴ വരുന്നു ഗൈസ്. ശക്തമായ മഴ എന്ന് പറഞ്ഞാൽ ഇടിയും മിന്നലോട് കൂടിയുള്ള മഴ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവർ ഖബറിനകത്തേക്ക് വെള്ളം ഒലിക്കാൻ തുടങ്ങി. ജസ്റ്റ് താഴോട്ട് വെള്ളം വരുമ്പോൾ തന്നെ അവർ ആകെ ടെൻഷൻ ആവാൻ തുടങ്ങുന്നുണ്ട്. ആ വീഡിയോയിൽ കാണാം നിങ്ങൾക്ക്. ഒക്കെ അവർ മുഖത്തുണ്ട്, പരിഭ്രാന്തിയാകുന്ന ആ ഒരു സിറ്റുവേഷനിൽ അവരുടെ മുഖത്ത് കാണാം. അങ്ങനെ വെള്ളം ഒലിക്കുന്നതിൻ്റെ ശക്തി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അവർ ആകെ ഭയപ്പെടാൻ തുടങ്ങി. മേലിലുള്ള ആൾക്കാർ ഖബർ തുറക്കാൻ തുടങ്ങി. ഖബർ മണ്ണ് എങ്ങനെയെങ്കിലും പുറത്തെടുക്കണമല്ലോ അവരെ. അപ്പോൾ ഖബർ എങ്ങനെയെങ്കിലും തുറക്കാൻ വേണ്ടിയുള്ള തത്രപ്പാടിലായിരുന്നു. അങ്ങനെ മഴ കുറയുന്നേ ഇല്ല, മഴ കൂടിക്കൂടി വരികയാണ്. വെള്ളം നല്ലോണം ഖബറിനുള്ളിലേക്ക് ശക്തിയായി ഇറങ്ങാൻ തുടങ്ങി. അങ്ങനെ ഒരു വിധത്തിൽ അവർ മഴയത്ത് നിന്നുകൊണ്ട് തന്നെ ആ ഖബർ തുറന്ന് അവർ 2 പേരും പുറത്തെടുക്കുകയാണ് അവശ നിലയിൽ. നിങ്ങൾ മനസ്സിലാക്കണം, പടപ്പുകളോട് കളിക്കും പോലെ പടച്ചവനോട് കളിക്കാൻ പാടില്ല. കാരണം പടച്ചവനോട് കളിച്ച ഒരാളും ഇന്ന് ഭൂമിയിൽ നിലനിന്നിട്ടില്ല. മനസ്സിലാവും? അതിനനുസരിച്ചുള്ള തക്കതായ ശിക്ഷ അള്ളാഹു ആ സ്പോട്ടിന് തന്നിരിക്കും. അത് നമുക്കിതിലുള്ള ഒരു പാഠമായിരിക്കട്ടെ. അപ്പോൾ ബാക്കി നിങ്ങളെ കണ്ടോക്കി. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇതുപോലുള്ള ചലഞ്ചുകളൊന്നും അള്ളാഹിനോട് പരീക്ഷിക്കാണ്ടിരിക്കുക. അള്ളാഹു നിസ്സാരക്കാരനാണെന്ന് കാണിക്കുന്ന വിധത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ പ്രകടനം. കാരണം ആ ഖബറിനുള്ളിൽ കിടന്നുകൊണ്ട് അർമാദിക്കുന്ന ഒരു കാഴ്ച നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവും. ഭയങ്കരമായി തുള്ളിച്ചാടി ഡാൻസൊക്കെ കളിക്കുന്ന ഒരു വീഡിയോ ആയിരുന്നു ഖബറിനുള്ളിൽ കിടന്നിട്ട്. അപ്പോൾ ഇതൊക്കെ ആരും അനുകരിക്കാണ്ടിരിക്കുക. ചലഞ്ച് വെക്കാം, അത് നമ്മളെ കൂട്ടത്തിൽപ്പെടുന്ന മനുഷ്യന്മാരോടോ അത് മൃഗങ്ങളോടോ ഒക്കെ ആവാം. പക്ഷേ അള്ളാഹുവിനോട്, നമ്മളെ പഠിച്ച പടപ്പിനോടാവരുത്. നിസ്സാരക്കാരനല്ലാന്ന് നിങ്ങളെല്ലാവരും ഓരോ മനുഷ്യരും മനസ്സിലാക്കാം. അപ്പം ഫിർഔനാണ് ഏറ്റവും വലിയ ഉദാഹരണം അതിന്. അങ്ങനെ അവർ 2 പേരെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്ന ഒരു കാഴ്ചയാണ് പിന്നീട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത്. ലാസ്റ്റ് പറയുന്നുണ്ട് ഒരാളും ഇതൊന്നും അനുകരിക്കാൻ പാടില്ല എന്നുള്ള കാര്യം. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ ഗൈസ്. ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ മനസ്സിലായി. നെക്സ്റ്റ് വീഡിയോ കണ്ടുവരെ ബൈ.